എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. മുൻ പോലീസ് മേധാവിയായിരുന്ന അലക്സാണ്ടർ ജേക്കബ് ശബരിമലയെ പറ്റി പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞ അതിൻ്റെ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി 2 വർഷം സന്നിധാനത്തിൽ പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളി പറയുന്നതനുസരിച്ച് ഇക്കഴിഞ്ഞ വൃശ്ചികം 1 ശബരിമലയിൽ വലിയ അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. 100 കണക്കിന് ആളുകൾ ചവിട്ടുകൊണ്ട് മരിക്കും എന്ന് തോന്നും വിധമുള്ള വലിയൊരു തിക്കും തിരക്കും ശബരിമലയിലുണ്ടായി. പക്ഷേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതിന് നാം അവിടെയുള്ള പോലീസിന് നന്ദി പറയണം. പുള്ളി പിന്നെ പറഞ്ഞത്, ഇപ്പോഴുള്ള 18-ാം പടിക്ക് വീതി കുറവാണ്. ഇപ്പോൾ 1 മിനിറ്റിൽ 50 പേർക്കാണ് മാക്സിമം കയറാൻ പറ്റുക. എങ്ങനെ നോക്കിയാലും 55,000-ൽ കൂടുതൽ ഭക്തർക്ക് ഒരു ദിനം കയറാൻ പറ്റില്ല. ആ അവസ്ഥ നിലനിന്നപ്പോഴാണ് 1 ലക്ഷത്തിലെ പേര് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. 18-ാം പടിയുടെ വീതി കൂട്ടണം. അതൊക്കെ പിന്നെ പറഞ്ഞത്, 100 ഏക്കർ വനം വെട്ടിനിരത്തി പാതയ്ക്ക് വീതി കൂട്ടിയാൽ കൂടുതൽ ഭക്തർക്ക് വണ്ടിയിൽ വരാനും പോകാനും കഴിയും. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളിൽ നിന്ന് പുരോഗമന കേരളം എന്താണ് എടുത്തത്, എന്താണ് ഈസിയായി തള്ളിക്കളഞ്ഞത് ആദ്യം പറയാം. 100 കണക്കിന് ആളുകൾ ചവിട്ടുകൊണ്ട് മരിക്കാൻ ഇടയാക്കും വിധമുള്ള വലിയൊരു തിക്കും തിരക്കും അവിടെ ഉണ്ടായി. പക്ഷേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പോലീസുകാരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മനുഷ്യർ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ ഈസിയായി തള്ളിക്കളഞ്ഞു. കാരണം ക്ഷേത്രനടയിൽ വെച്ചുണ്ടാകുന്ന തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ ചാവുന്നത് ഇന്ത്യയിൽ സിമ്പിൾ ആയ കാര്യമാണ്. പുരിയിലും കുംഭമേളയ്ക്കും മറ്റു ഉത്സവങ്ങൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ 100 ആൾ ചത്താൽ അത്രയ്ക്കും പ്രശസ്തി ക്ഷേത്രത്തിന് കിട്ടുമെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കാറില്ല. കാരണം ഇവിടെ 140 കോടി ജനമാണ്. കുറേ ആളുകൾ ഇങ്ങനെയാണ് മരിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം മാനുഷികമായ ചർച്ചകളൊന്നും ചെയ്യാതെ 18-ാം പടിക്ക് വീതി കൂട്ടണം എന്ന കാര്യത്തിലാണ് പുരോഗമനകാരികൾ സ്റ്റിക്കായത്. 18-ാം പടിയുടെ വീതി കൂട്ടണം എന്ന് മാത്രമാണോ അദ്ദേഹം പറഞ്ഞത്? അതിലും പിന്തിരിപ്പൻ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ലോകം മുഴുവൻ ശബരിമലയിലേക്ക് കയറി വരണം, അതിനുവേണ്ടിയുള്ള വികസനങ്ങൾ അവിടെ ഉണ്ടാവണം, പിന്നെ എന്താണ്, വനനശീകരണം നടത്തണം, 100 ഏക്കർ വനം വെളിപ്പിക്കണം. എന്തിനു വേണ്ടി? ലോകത്തുള്ള ജനം മുഴുവൻ ശബരിമലയിലേക്ക് അയ്യപ്പനെ കാണാൻ വരണമെന്ന് അയ്യപ്പൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം അയ്യപ്പൻ പറഞ്ഞതായി ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ? ഇതൊരു യുക്തിവാദിയുടെ ചോദ്യമല്ല. ഇത് അലക്സാണ്ടർ ജേക്കബ് ഇതുപോലുള്ളൊരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ്. അദ്ദേഹം ചോദിച്ചത്, ശബരിമലയിലെ 18-ാം പടിയുടെ വീതി കൂട്ടാൻ പാടില്ല എന്ന കൽപ്പന, ആചാരം ആരാണ് എഴുതി വെച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അതേപോലെ ഉള്ളൊരു ചോദ്യമാണ്, ഇത്രയ്ക്കധികം ആളുകൾ തന്നെ കാണാൻ വരണമെന്ന് അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യവും. അത് ചോദിച്ചു എന്ന് മാത്രമുള്ളൂ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മണ്ഡലമാസത്തിൽ തന്നെ വന്ന അയ്യപ്പനെ കാണണമെന്ന് അയ്യപ്പൻ പറഞ്ഞതിന് രേഖയുണ്ടോ? കൊല്ലത്തിൽ എല്ലാ ദിനവും ശബരിമല ക്ഷേത്രം തുറന്നു വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജാതി മത പരിഗണനകളില്ലാത്ത അയ്യപ്പൻ, അങ്ങനെ ഒരൊറ്റ സ്വാമിയെ ഇവിടെ തൽക്കാലമുള്ളൂ. ആ സ്വാമിയെ ബ്രാഹ്മണൻ മാത്രം പൂജിച്ചാൽ മതിയെന്ന് ആരാണ് പറഞ്ഞത്? തന്ത്രിയാണ് പ്രതിഷ്ഠയുടെ പിതാവ് എന്നാരാ പറഞ്ഞത്? ഒക്കെ പോട്ടെ, മകരവിളക്കിന് കർപ്പൂരം കത്തിച്ച് ജ്യോതി ഉണ്ടാക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്കുണ്ട്. അത് നമ്മളിപ്പോൾ ചോദിക്കുന്നില്ല. നമുക്കുള്ള കാര്യങ്ങൾ പറയാമല്ലോ. ജനലക്ഷങ്ങൾ തള്ളിക്കയറണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 1 കോടി പേർ വന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആ സുഖം അനുഭവിക്കുന്ന ആളുകൾ മറക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രം ഒരു കാനന ക്ഷേത്രമാണ് എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നും വണ്ടിപ്പെരിയാർ പുല്ലുമേട് വഴി കാളകളെയും കൊണ്ട് കാളപ്പുറത്ത് സാധനങ്ങളും വെച്ച് കച്ചവടത്തിന് വരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാനന ക്ഷേത്രമാകാനാണ് സാധ്യത ശബരിമല. അങ്ങനെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ സാധ്യത അതാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തമിഴ്നാട്ടിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന അയ്യനാർ ക്ഷേത്രങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരിക്കണം കാനനത്തിന് നടുവിലായി ഉണ്ടായ ഈ ക്ഷേത്രം. കാനനത്തിന് നടുവിലായി ഉണ്ടായ ഒരു അമ്പലത്തിന് ഉൾക്കൊള്ളാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അത്രയ്ക്ക് മാത്രമേ അവിടെ ആളുകളെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. സൂചി കയറ്റേണ്ട സ്ഥലത്ത് തൂമ്പ കൊണ്ടുപോയി കയറ്റരുത്. ഭക്തരിൽ നിന്നും ദേവസ്വം ബോർഡിന് കിട്ടുന്ന പണം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. ശബരിമലയിൽ നിന്നുള്ള വരുമാനമെടുത്ത് ഗതിയില്ലാത്ത ക്ഷേത്രങ്ങളിലെ ചെലവുകൾക്ക് ഉപയോഗിക്കുന്ന കാര്യം നമുക്കറിയാതെയല്ല. അതുപോലെ തന്നെ പാവപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർമാർ ജീവിക്കുന്നത് ഇതുകൊണ്ടാണെന്നും നമുക്കറിയാം. എല്ലാവരും കഞ്ഞി കുടിച്ച് പോക്കോട്ടെ. പക്ഷേ അതിന് വനവും മനുഷ്യജീവനും ബലി കൊടുക്കണം എന്ന് വരുന്നത് കഷ്ടമാണ്. 1 മിനിറ്റിൽ 50 പേരെ കയറ്റി വിടുമ്പോൾ 1 സെക്കൻഡ് മാത്രമേ ഭക്തന് അയ്യപ്പ വിഗ്രഹം കാണാൻ പറ്റൂ. അത്രയ്ക്കെങ്കിലും ദർശനം ഭക്തൻ അർഹിക്കുന്നില്ലേ? 41 ഡേയ്സ് ഒക്കെ വ്രതമെടുത്ത് വരുന്നവരാണ്.
ഒരു സെക്കൻഡെങ്കിലും കാണണ്ടേ? ഒരു മിനിറ്റിൽ 50 പേർ എന്നത് ഒരു മിനിറ്റ് 40 പേർ എന്നാക്കി മാറ്റിയാൽ ഒരു മണിക്കൂറിൽ 2400 പേർ. അപ്പോൾ ഒരു ദിവസം 57,600 പേർ മാത്രം. തീർച്ചയായും ഒരുപാട് പേർ നിരാശരാകും. അതിപ്പോൾ നമ്മൾ തിരക്കുള്ള ദിവസം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യായിരുന്നു നോക്കൂ, ഇതേ നിരാശ വരും. പക്ഷേ ഇതിനൊരു സിസ്റ്റമുണ്ട്. ഇത്രേ പാടുള്ളൂ. 57,600 പേർക്ക് കൺഫേംഡ് ബുക്കിംഗ്, ബാക്കി കുറേ പേർക്ക് RACയിൽ നിർത്തുക. 360 ദിവസവും ദർശനം അനുവദിച്ചാൽ ആരും നിരാശരാവില്ല. ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. തിരക്ക് വർദ്ധിക്കുന്ന എല്ലായിടത്തും ഇപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടൈക്കനാലിൽ കള്ളു കുടിക്കാൻ പോകുന്നവർ വരെ ഇപ്പോൾ ബുക്ക് ചെയ്താണ് പോകുന്നതെന്ന് നമുക്കറിയാം. ആളുകൾ കുറയും, സ്വാഭാവികമായി വരുമാനത്തിൽ കുറവുണ്ടാവും. പക്ഷേ അതും നമുക്ക് നികത്താൻ പറ്റും. BPL ഒഴിച്ചുള്ളവർ അവർക്ക് ഫീസ് നിശ്ചയിക്കണം. ആളുകൾ വന്ന് തള്ളിക്കയറിയാൽ കിട്ടുന്ന പണം എത്രയാണെന്ന് കണക്ക് കൂട്ടി അതിനെ തുല്യമായി വിഭജിച്ച് ഗതിയുള്ള ഭക്തർക്ക് ഫീസായി നിശ്ചയിക്കണം. വൻ ദുരന്തം ഉണ്ടാക്കാതെ തന്നെ ഈ പ്രസ്ഥാനം നിലനിന്ന് പോകാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഭക്തിഭ്രാന്ത് കൂടി വരുന്നത് എന്ന കാര്യമാണ്. വേഗം മനസ്സിലാവുന്നൊരു കാര്യം, ഇന്ത്യയിലെ മുതലാളിമാരെല്ലാം പൊതുവെ മതവിശ്വാസികളാണ് എന്നതാണ്. ജീവിത വിജയം നേടിയ ഇടത്തരക്കാരും അങ്ങനെ തന്നെയാണ്. അതായത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടത് കൊണ്ട് ഭക്തിഭ്രാന്ത് കുറയുന്നില്ല, കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാ പണക്കാരും മതങ്ങളെയും ദൈവങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? അവർക്ക് അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും നൽകിയത് ദൈവമാണ്. ആ ദൈവത്തോട് അവർക്ക് കടപ്പാടുണ്ട്. അത് തന്നെ. ആ നന്ദി കാണിക്കാത്തവർ എത്ര ഉയരങ്ങളിലെത്തിയാലും ദൈവം വിചാരിച്ചാൽ പപ്പടം പോലെ പൊടിയുമെന്നവർ ഭയക്കുന്നു. ഈ പരിസ്ഥിതിയിൽ പാവപ്പെട്ടവനും പരിശ്രമശീലരുമായ ജനങ്ങൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ദൈവഭക്തരാണ്. ദൈവങ്ങൾ അവരെ പിന്തുണച്ചിരിക്കുന്നു. ഞങ്ങൾക്കും അവരോടൊപ്പം എത്തണം, ഞങ്ങൾക്കും ദൈവത്തിൻ്റെ പിന്തുണ വേണം. അവരൊക്കെ മുൻജന്മ സുഹൃതം കൊണ്ടാണ് ഇപ്പോൾ സുഖം അനുഭവിക്കുന്നത്. അവരുടെ തലയിൽ വരച്ച വര ഞങ്ങളുടെ കക്ഷത്തിലെങ്കിലും വരച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക തന്നെ. ലോൺ എടുത്തായാലും ഉള്ളത് വിറ്റ് പെറുക്കിയിട്ടായാലും ആരാധനാലയങ്ങളിൽ കയറി ഇറങ്ങുക തന്നെയാണ് അവരും നിശ്ചയിച്ചത്. ഏത് കോവിലിൽ പോകണമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുക്കും. അവർക്കാണ് പാപങ്ങളുടെ തീവ്രത അളന്ന് പാപപരിഹാരം നിശ്ചയിക്കാൻ കഴിവുള്ളവർ. ഇന്ത്യയെയും കേരളത്തെയും ബാധിച്ചിരിക്കുന്ന ഈ ദൈവവിഭ്രാന്തിക്കും മതവിഭ്രാന്തിക്കും എന്നെങ്കിലും ഒരു ശമനം ഉണ്ടാകുമോ? ഒരാൾക്കായിരുന്നു അസുഖമെങ്കിൽ നെല്ലിക്കാതളം വെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മൊത്തം സമൂഹത്തിനും ഭ്രാന്താണ്. നമ്മൾ എന്ത് ചെയ്യാനാണ്? പണ്ട് 1990-കൾ വരെയെങ്കിലും വിശ്വാസികൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാനും ചെറിയ സംശയങ്ങൾ ഉന്നയിക്കാനും ഒക്കെയുള്ള ധൈര്യം കാണിച്ചിരുന്നു. ഇന്ന് അതുപോലും ഇല്ലാതായി കഴിഞ്ഞു. ജെൻസി എന്ന പുതിയ പേരിൽ വിളിക്കപ്പെടുന്ന പുതിയ തലമുറ പോലും അന്ധമായ കോപ്പി പേസ്റ്റാണ് ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണവന്മാരുടെ എല്ലാ പൊട്ടത്തരങ്ങളും അവരും കൂട്ടുനിൽക്കുകയാണ്. രാഹുകാലം നോക്കി കെട്ടാനിറങ്ങുന്നു, മുഹൂർത്തം നോക്കി കെട്ടുന്നു. പെണ്ണും ചെക്കനും ചേർന്ന് നിന്ന് 4 ഫോട്ടോ എടുക്കുമ്പോഴേക്കും കാർന്നവർ വന്ന് പറയും ഇപ്പം പുറപ്പെടണം, 4 മണിക്ക് മുമ്പ് പെണ്ണിൻ്റെ വീട്ടിൽ കയറണം, അല്ലെങ്കിൽ രാഹുവും കേതുവും കോപിക്കും. ഈ ശുദ്ധ മണ്ടതരം കേട്ട് ന്യൂജൻ വധുവരന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭ്യമായ അപൂർവ നിമിഷങ്ങൾ വേണ്ടെന്ന് വെച്ച് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ആരെ പേടിച്ച്? രാഹുവിനെയും കേതുവിനെയും പേടിച്ച്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സയൻസ് പഠിപ്പിച്ച മാഷും അങ്ങനെ തന്നെ ഒരു കിഴങ്ങനായിരിക്കാനാണ് സാധ്യത. ശബരിമലയിലേക്ക് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വരാം. എന്തൊരു വലിയ തട്ടിപ്പ് കേന്ദ്രമാണ്. അവിടെ എത്തുന്ന ആൾക്കൂട്ടം എപ്പോൾ വേണമെങ്കിലും ഒരു എന്താ പറയുക, ഒരു സ്റ്റാമ്പിയേഡ് ഉണ്ടാക്കാവുന്ന നിലയിലാണ് നിൽക്കുന്നത്. 10 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന മഹാവിഡ്ഢികൾ എന്തുമാത്രം ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. പച്ചവെള്ളം പോലും കിട്ടാതെ തിരിച്ചു വന്ന ആളുകളുണ്ട്. പണ്ട് ശബരിമലയുടെ പ്രശസ്തി കൂട്ടിയത്, ആദ്യഘട്ടത്തിൽ കൂട്ടിയത് മകരജ്യോതിയാണ്. മകരമാസത്തിൽ ആകാശത്ത് ഒരു നക്ഷത്രം പോലെ തെളിയുന്നൊരു ജ്യോതിയാണ് മകരജ്യോതി. അത് ശ്രീ അയ്യപ്പൻ്റെ ശബരിമലയിലെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമായി പ്രചരിപ്പിച്ച് ദേവസ്വം ബോർഡ് ഈ അമ്പലത്തിലേക്ക് ആളുകളെ ആകർഷിച്ചു തുടങ്ങി. ഈ തട്ടിപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത് 1980-കളിലാണ്. കേരള യുക്തിവാദി സംഘം പ്രവർത്തകർ ഈ മകരജ്യോതി എന്താണ് എന്നൊന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങി. ജ്യോതി പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം കാൽക്കുലേറ്റ് ചെയ്ത് ആ ഏരിയയിലേക്ക് മകരസംക്രമ ദിനം കയറിച്ചെന്നു. ശബരിമലയേക്കാൾ 100 കണക്കിനടി ഉയരമുള്ളൊരു പ്രദേശം. അവിടെ നിന്നാൽ വിദൂരതയിൽ ശബരിമല കാണാം. താഴെ അവിടെ ഏകദേശം 8 അടി വീതിയും 6 അടി നീളവും 4 അടി ഉയരവുമുള്ളൊരു തറയുണ്ടാക്കിയിട്ടുണ്ട്. ആ തറയിൽ ഒരു വലിയ പാത്രത്തിൽ കർപ്പൂരമിട്ട് കത്തിക്കുകയാണ്. ഇരുട്ടായ സമയത്ത് ഇതിവിടെ കത്തിക്കുമ്പോൾ ശബരിമലയിൽ നിൽക്കുന്നവർക്ക് തോന്നുക ഒരു നക്ഷത്രം തെളിയുന്നു എന്നാണ്.
കണ്ണുള്ളവരെ പൊട്ടന്മാരാക്കുകയായിരുന്നു ദേവസ്വം ബോർഡ്. അങ്ങനെ പൊട്ടന്മാരായി മാറിയ ഭക്തർ നാട്ടിൽ ചെന്ന് ഈ അത്ഭുതം വിവരിച്ചു. ഈ അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ ആ ആനന്ദാമൃതം നുകരാനായി കെട്ടും കെട്ടി പിറ്റേ വർഷം തന്നെ വേറെ ആളുകൾ പുറപ്പെടുന്നു. 12 വർഷം മുമ്പ് ഈ തട്ടിപ്പ് കാണാനെത്തിയ ഭക്തർ ഉണ്ടാക്കിയ തിക്കിലും തിരക്കിലും പെട്ട് 102 പേരാണ് മരിച്ചത്. പുല്ലുമേട് ദുരന്തം കൺമുന്നിൽ നടന്ന ഈ തട്ടിപ്പും മരണവും ശ്രീ അയ്യപ്പൻ എന്ന ഒരു ശക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു. ഇല്ല എന്നാണ് എളിയ ബുദ്ധി വെച്ച് നമുക്ക് ആരൊക്കെ ചിന്തിച്ചാലും മനസ്സിലാവുന്നത്. പക്ഷേ ഒരു ശക്തിയില്ല. പണ്ടൊക്കെ വലിയ വലിയ കഥകൾ കേൾക്കുമായിരുന്നു. കാലിന് വയ്യാത്ത കുട്ടി കഷ്ടപ്പെട്ട് 18ാം പടി കയറിയപ്പോൾ എല്ലാ വികലതയും മാറി ചാടി ഓടി തിരിച്ചു വന്നു. സംസാരശേഷിയില്ലാത്ത കുട്ടി മല കയറി തിരിച്ചെത്തിയപ്പോൾ സാംബശിവനേക്കാൾ നന്നായി സംസാരിച്ചു. ഇപ്പം അതൊന്നും കേൾക്കാനില്ല. ഇപ്പം കേൾക്കുന്നത് മുഴുവൻ കൊള്ളയെപ്പറ്റിയുള്ള വാർത്തകളാണ്. ദേവസ്വം ബോർഡ് തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ആ തട്ടിപ്പുകാർ തന്നെ കൊണ്ടുപോകുന്നു. സ്വന്തം കൺമുന്നിൽ ഇരിക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ നിസാരരായ മനുഷ്യർ കട്ടുകൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രീ അയ്യപ്പനിലെ ശക്തി പ്രവർത്തിക്കാതിരുന്നത്? ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ടോ? ഉത്തരം പഴയത് തന്നെ. അങ്ങനെ ഒരു ശക്തി ഇല്ല. ഇല്ലാത്ത ആൾ എന്തു ചെയ്യാനാണ്? അപ്പോൾ ആളുകളൊക്കെ പോകുന്നതോ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്തിനാണ് എല്ലാ വർഷവും പോകുന്നത്? കഴിഞ്ഞ വർഷം കിട്ടിയ മോക്ഷത്തിന് 364 ദിവസത്തെ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ. ഓരോ വർഷവും നമ്മൾ റീചാർജ് ചെയ്യണോ? പണ്ട് ഗുരുവിനെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റാനായി ഒരു അച്ഛൻ വന്നു. ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തു സ്വന്തം ശരീരവും രക്തവും ബലിയർപ്പിച്ച് ലോകത്തിലുള്ള സകലരുടെയും പാപം പോക്കി. അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, അപ്പോൾ എല്ലാ പാപവും പോയില്ലേ, ഇനി ഞാനെന്തിനാണ് മതം മാറുന്നത്? ശബരിമലയിൽ ദർശനം നടത്താൻ അവസരം കിട്ടാതെ മടങ്ങിപ്പോകുന്ന ആളുകളിൽ അധികം പേരും വീണ്ടും വീണ്ടും പോകുന്നവരായിരിക്കും. അവരുടെ മോക്ഷത്തിൻ്റെ വാലിഡിറ്റി പീരീഡ് ചെക്ക് ചെയ്ത് നോക്കുകയാണ് വേണ്ടത്. അത് ആജീവാനന്ദമാണ്. ആജീവാനന്ദം മോക്ഷം കിട്ടിയ ആളുകൾ വീണ്ടും വീണ്ടും പോകേണ്ട യാതൊരു കാര്യവുമില്ല. പുതിയ കിഴങ്ങന്മാർ പോകട്ടെ, പഴയ മണ്ടന്മാർ വീട്ടിലിരിക്കട്ടെ. അപ്പോൾ ശബരിമലയും നന്നാവും, നിങ്ങളും നന്നാവും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലിബറൽ റെസ്പോൺസിന് ഇതോടെ വിരാമമാകുന്നു. നന്ദി, നമസ്കാരം.